ഇന്നൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം മുമ്പ് വൈകുന്നേരം എടുത്ത വീഡിയോ ആട്ടോ ഇത്. അപ്പം നമ്മൾ കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് സ്പൈസസ്, ഗ്രാമ്പൂ, പട്ട, 2 ഏലക്ക, പെരിഞ്ചീരകമൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഞാൻ 2 സവാളയും ഒരു പിടി കൊച്ചുള്ളി, 1/2 കിലോ ബീഫിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്തത്. അപ്പോൾ അത് ഇട്ട് വഴറ്റി നല്ലോണം വഴന്ന് വരണം. നല്ലോണം വഴന്ന് നിന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കി വെച്ചെങ്കിൽ കൂടി ഇട്ട് മിക്സ് ചെയ്യണം. അതും നല്ലോണം വഴന്ന് വരുമ്പോഴേക്ക് മല്ലിയില, പുതിനയില, കറിവേപ്പില. എൻ്റെ ഈ പുതിനയില ഇല്ലായിരുന്നപ്പോൾ ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് മിക്സാക്കണം. പിന്നെ മിക്സാക്കല് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ മീറ്റ് മസാല. അത് ഇഷ്ടമുള്ള കമ്പനി എടുക്കാൻ ഞാൻ നിറവറയുടെ എൻ്റെ കയ്യിൽ ഇരുന്നതാണ്. അപ്പോൾ അതുകൂടെ ഇട്ട് മിക്സ് ചെയ്ത് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ. അതിനുശേഷം ഒരു തക്കാളി നമ്മൾ പേസ്റ്റാക്കി വെച്ചേക്കുന്ന അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെയും പച്ചമണം മാറുന്നവരെ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് ഇളക്കണം. നല്ലോണം അതിനകത്തെല്ലാം പിടിക്കുന്ന രീതിയിൽ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് ഇതാക്കണം. എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ ആ മൂടി വെച്ച് അടയ്ക്കരുത്, അല്ലാതെ ഇങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് വെള്ളം ഒഴിക്കില്ല, അല്ലാതെ വേവിക്കണം. അപ്പോൾ ആ ബീഫിൻ്റെ നിന്നിങ്ങനെ അത് ജസ്റ്റ് വെള്ളം വരുമല്ലോ ബീഫിൻ്റെ, താണ്ടെ അതേപോലെ നല്ലോണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് അതിൽ നിന്ന് ഒന്നത് വേവണം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. അപ്പം ഞാൻ കുറച്ച് നേരം അതിങ്ങനെ വെള്ളം വന്നിട്ടൊന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യമായ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ മൂടി വെച്ചാൽ മതി. മൂടി വെച്ച് 5-6 വിസിൽ, ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ചാണല്ലോ. ഞാനൊരു 6 വിസിൽ അടുപ്പിച്ച്. അങ്ങനെ നമ്മളൊരു 5-6 വിസിൽ അടുപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തേങ്ങാക്കൊന്തൊക്കെ ഇടത്തില്ലേ, തേങ്ങാക്കൊന്തും എല്ലാം മൂപ്പിക്കാൻ വേണ്ടി വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം മൂപ്പിച്ചിട്ട് നമ്മൾ കുക്കറിൽ നിന്ന് തട്ടി പിന്നെ സെറ്റാക്കി. പിന്നെ നല്ല ഒരു മണം, ഒരു സെറ്റ് മണമാണ് കേട്ടോ. അപ്പോൾ അതാണ്ടേ ബീഫ് കറി റെഡിയായി. അപ്പോൾ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഗസ്റ്റ് വേറെ ആരുമല്ല, ഏട്ടൻ്റെ അനിയൻ്റെ വൈഫാണ്. അവിടെയും ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അവളും അവിടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി. അവർക്ക് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ പിന്നെ ഹാപ്പിയായി അവർ പോയി. പിന്നെ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.